ഹായ് ഫ്രണ്ട്സ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് നെല്ലിക്ക ഇട്ടുണ്ട്. നെല്ലിക്കയുടെ സീസണാണ് തോന്നുന്നു. കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല മുഴുത്ത നെല്ലിക്കയായിരുന്നു. അപ്പോൾ ഇത് കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് കുറച്ചൊക്കെ കേടായിപ്പോയി, നമ്മളത് കണ്ടില്ലായിരുന്നു. അങ്ങനെ കേടായതൊക്കെ മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് നമുക്കിനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നെല്ലിക്ക വരട്ടാനാണ് കേട്ടോ. കുറച്ച് നെല്ലിക്ക നമ്മൾ ഉപ്പിലിട്ട് വെച്ചു. നമുക്കിത് നെല്ലിക്ക ശർക്കരയിലിട്ട് വരട്ടിയെടുക്കാം. നല്ല ഉഗ്രൻ സാധനമാണ്, നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്കത് ചെമ്പിൻ്റെ അകത്ത് ഈ നെല്ലിക്കയെല്ലാം വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം. അത് കുറച്ച് വെന്ത് വരുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കൊടുക്കണം. അങ്ങനെ എല്ലാ നെല്ലിക്കയും ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് കുത്തുകയാണ് കേട്ടോ. ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലുള്ള ഒന്നാണ് നെല്ലിക്ക. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ് നെല്ലിക്ക വിശേഷിപ്പിക്കാറുള്ളത് അല്ലേ. നെല്ലിക്കയിൽ ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഹൃദ്രോഗങ്ങൾ തടയാനും കൊഴുപ്പ്, കൊളസ്ട്രോൾ തുടങ്ങിയ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടുന്നതൊക്കെ തടയാനായിട്ട് ഈ വിറ്റമിൻ സി നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി നെല്ലിക്ക വരട്ടിയെടുക്കുന്നതിന് ആവശ്യമുള്ള ശർക്കര നമ്മൾ പൊടിച്ച് അത് ഉണ്ടാക്കുന്നതിന് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ ഒരു ശർക്കര ഒന്ന് ഉരുകി വരണം കേട്ടോ. ശർക്കര ഉരുകി വരുമ്പോൾ നമ്മളത് അരിച്ചെടുക്കണം. കാരണം ശർക്കരയുടെ അകത്ത് ഒരുപാട് പൊടികളും അഴുക്കുകളും കാണും. നമ്മളത് അരിച്ചെടുക്കണം. ദൈവം ജസ്റ്റ് ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ശർക്കര ഉരുകി വരും. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ ശർക്കര ഉരുകിയിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാനുണ്ട്. ഈ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര ഉരുകി വന്ന് നമ്മൾ അരിച്ചെടുത്ത് വീണ്ടും നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച ശേഷമാണ് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത്. ഇനി നെല്ലിക്ക ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെല്ലിക്കയിലേക്ക് ഇനി ഈ ശർക്കരയുടെ ആ ഒരു പാനി ഇനി കയറി നല്ല ഇളക്കി നല്ല വരട്ടിയെടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. അതിൻ്റെ ഗുണങ്ങളും എല്ലാം ഈ ആ ഒരു ശർക്കര പാനിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തിയും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നതിനും അകാല വാർദ്ധക്യം തടയുന്നതിനും ദഹനത്തിനും തൊണ്ടയിലെ അണുബാധകൾ അകറ്റുന്നതിനൊക്കെ ഈ നെല്ലിക്ക അത്യുത്തമമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും ദോഷമുള്ളൊരു കാര്യമല്ല, നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ശർക്കരയിൽ ഈ നെല്ലിക്ക ഇട്ട് വരട്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ സ്വാദും നല്ലതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കി ഇറക്കിയേക്കുന്നതാണ്. നമുക്കിത് മൂടി വെച്ച് ഇനി പിറ്റേ ദിവസത്തേക്ക് എടുത്ത് നോക്കുമ്പോഴാണ് ഇത് കണ്ടോ, നല്ല നെല്ലിക്കയിലേക്ക് ആ ഒരു നീരൊക്കെ പിടിച്ച് ശർക്കരയുടെ ആ ഒരു നീരൊക്കെ കണ്ടോ. അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കാര്യം. ഒരു ചെറിയ ചവർപ്പുണ്ടാവും, ആ ഒരു നെല്ലിക്കയിലെ ചവർപ്പ് അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.